ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? 2-3 ആഴ്ചയായിട്ട് എൻ്റെ വിജുവേട്ടന് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ അന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടന് പനിയായിട്ട് 3 ആഴ്ചയായി. പയ്യന്നൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഏട്ടൻ. അപ്പോൾ ഏട്ടൻ ഇന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മളെ കണ്ടുമുട്ടുന്നതാണ് അതിൻ്റെ ഏട്ടൻ വരുന്നതും. പിന്നെ നമ്മളുടെ അപ്പു നമ്മളെ പട്ടിയാണ്. അപ്പു ഏട്ടനെ കാണാൻ മിസ് ചെയ്ത് എപ്പോഴും ഏട്ടന് വെയിറ്റ് ചെയ്തിരിക്കും. ഏത് വണ്ടി വരുമ്പോൾ അവൻ്റെ നോട്ടം റോഡിലോട്ടായിരിക്കും. അപ്പോൾ ഏട്ടൻ വരുന്നുണ്ടോ, ഏട്ടനാണോ വരുന്നത്, അങ്ങനെയുള്ള ഒരു മിണ്ടാപ്രാണികളുടെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള അവരുടെ ഭയങ്കര ഒരു സ്നേഹമാണ് നമ്മൾ രണ്ടുപേരോടും. എനിക്കും ഏട്ടൻ എവിടെയും പോയിക്കൂടാ, അത് പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഏട്ടൻ വരുന്നതും വണ്ടി ഇറങ്ങുന്നതും അപ്പുവിൻ്റെ സന്തോഷം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് പോയാലോ, വരൂ. അങ്ങനെ ബിജുവേട്ടൻ വന്നു. പയ്യന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ഏട്ടൻ അഡ്മിറ്റ് ആയിട്ടുള്ളത്. 3 ആഴ്ചത്തോളമായി പനിയായിട്ട്, കൗണ്ട് കൂടിപ്പോയിട്ട് ബ്ലഡിൽ, അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതാണ്. അപ്പൂൻ്റെ നോട്ടം കണ്ട, അപ്പൂൻ്റെ സന്തോഷം കണ്ട. നമ്മളാണ് അവൻ്റെ ലോകം, അവൻ്റെ ലോകം നമ്മളാണ്. കുറിഞ്ഞി കണ്ട, പൂച്ച പോലും ഓടി വന്നു. ഇവരൊക്കെയാണ് നമ്മളുടെ കൂട്ടുകാർ. എന്താ പറയുക, സംസാരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. മൃഗങ്ങൾക്ക് എന്തൊരു സ്നേഹമാണെന്ന് അറിയാം. പ്രത്യേകിച്ചും അപ്പൂൻ്റെ ലോകം നമ്മളാണ്. നമുക്ക് ചുറ്റുമാണ് അവൻ്റെ ലോകം. ഭയങ്കര സ്നേഹം കേട്ടോ. എന്നെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് എവിടെയും കൊണ്ടുപോകുമ്പോൾ അവൻ എന്ത് ദേഷ്യമെന്നറിയാം. അവന് ഇഷ്ടമേ അല്ല, ഞാൻ ഒട്ടും എവിടെ യാത്ര പോകുന്നത് അവന് ഇഷ്ടമല്ല. അപ്പോൾ അമ്മ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇടും. ഇത് നമ്മൾ റാമ്പാണ് കേട്ടോ. ഞാനാണ് വീഡിയോ പിടിക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ സ്റ്റാൻഡൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈകൾക്ക് ബലക്കുറവുള്ളത് കൊണ്ട് തന്നെ ക്യാമറ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ റൂമിലോട്ട് പോകുന്ന റാമ്പാണ്. ഇതിലൂടെയാണ് നമ്മളുടെ ബെഡ്റൂമിലോട്ട് പോകുന്നത്. വീൽ ചെയർ കിട്ടാൻ സൗകര്യത്തിന് ഉണ്ടാക്കിയ റാമ്പാണ്. അപ്പോൾ ഇങ്ങനെ ഏട്ടൻ ഇറങ്ങുന്നത് നോക്കി ആകാംക്ഷയിലിരിക്കുകയാണ്. എപ്പോഴും ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയല്ലേ അവന് കയറാൻ പറ്റും. വിജയേട്ടൻ്റെ വീൽ ചെയർ എടുത്തിട്ട് വിജയേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് വീൽ ചെയറിലോട്ട് ഇറക്കാനുള്ള പരിപാടിയാണ്. ഇറക്കി കഴിഞ്ഞിട്ട് വേണം അപ്പൂനൊന്ന് വിജയേട്ടനെ കിട്ടാൻ വേണ്ടിയാണ്. അതാണ് അവനെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നത്, ഏട്ടനെ കിട്ടാൻ വേണ്ടി. അതിനിടയിൽ അമ്മ എന്തൊക്കെ കൊണ്ട് കൊടുത്തു, അവനൊന്നും മേണിക്കുന്നില്ല. അവന് വിജയേട്ടനെ കിട്ടിയാൽ മതി. ആകാംക്ഷയിൽ പൊതുവേ വണ്ടിക്കാർ വന്നാൽ അവൻ അടുപ്പിക്കില്ല കേട്ടോ. അത് വിജയേട്ടൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വിജയേട്ടനെ എടുത്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ക്ഷമിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ കുരച്ച് ചാടിക്കും. അമ്മ എന്തോ കൊടുത്താൽ മേടിക്കുന്നില്ല. അവന് വിജയേട്ടനൊന്ന് തൊട്ട് കഴിഞ്ഞ് വിജയേട്ടൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാലേ അവൻ എന്തെങ്കിലും മേടിച്ച് കഴിക്കണ്ട. ബിസ്ക്കറ്റ് കൊടുത്തവന് വേണ്ട. അവന് വിജയേട്ടനെ കിട്ടാനുള്ളൊരു, വിജയേട്ടൻ്റെ അടുത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞതാ സന്തോഷം കണ്ട അവൻ്റെ. ഇതാണ് കേസ് നമ്മളുടെ അപ്പു. അവനിപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ, അവൻ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് 5 വർഷമായി. നമ്മളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പുവിനെ കൊണ്ടുവന്നത്. ഞാനും ബിജുവേട്ടനും അമ്മമ്മയായിരുന്നു അപ്പുവിനെ കൂട്ടാൻ പോയത്. അപ്പോൾ അപ്പു 1.5 മാസം പ്രായമുള്ള ചെറിയൊരു മോനായിരുന്നു. അങ്ങനെ അവനെ വളർത്തി നമ്മൾ വഷളാക്കി. ഓട്ടോക്കാരൻ പോയി. ഇനിയിപ്പോൾ കുറച്ച് നേരം അപ്പുവോട് കുശലൊക്കെ പറഞ്ഞിട്ട് വേണം വിജുവേട്ടനൊന്ന് ഉള്ളിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളുടെ വഴി. ഇത് നേരെ വീട്ടിലോട്ട് പോകും. ഇത് നമ്മളെ റൂമിൻ്റെ റാമ്പ്. അപ്പുവിന് വിജയേട്ടൻ എന്തോ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയെന്ന് തോന്നുന്നു, പച്ചമുട്ട. അവനെവിടെ പോകുമ്പോൾ പച്ചമുട്ട കൊണ്ട് കൊടുക്കണം. അതവൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനം, പച്ചമുട്ട. പട്ടിക്ക് പച്ചമുട്ട കൊടുക്കാൻ പാടുണ്ടോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ റൂമിലെത്തി. വിജയേട്ടൻ ഉച്ചയായതുകൊണ്ട് നല്ല വിശപ്പ്. അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കിളിമീൻ കറി വെച്ചത്, കപ്പളങ്ങ ഓലൻ, നങ്ക് വറുത്തത്, മാങ്ങ അച്ചാർ, ഇതൊക്കെ കായ് ഉപ്പേരി, ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളുടെ ഉച്ചക്കത്തെ ചോറിന് കറി ഉണ്ടായത്. ചേട്ടൻ ഞാൻ താഴെ നിന്നാണ് വീഡിയോ പിടിക്കുന്നത്. ഞാൻ താഴെ ഇരുന്നിട്ടാണ് കഴിക്കുക. അങ്ങനെ വീഡിയോ പിടിക്കുന്നത് താഴെ നിന്നാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതെൻ്റെ ചോറ്. എനിക്ക് മീൻ കറിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ കപ്പളങ്ങ ഓലനും കായ്ത്തോരനും മീൻ വറുത്തയാണ് എടുത്തിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.